ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. എടാ മക്കളെ, അങ്ങനെ കാത്തിരുന്ന നമ്മുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുവാണ്. വളരെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ റിസൾട്ട് വരുന്ന ദിവസമൊക്കെ വളരെ സന്തോഷമുള്ള ദിവസമായിരിക്കും. കാരണം കുട്ടികൾ ധാരാളമായി ഇമോഷണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ദിവസമാണ് റിസൾട്ട് ഡേ. എൻ്റെ റെഗുലർ ബാച്ചിലെ കുട്ടികളുണ്ട്, അതേപോലെ സേ ബാച്ചിലെ കുട്ടികളുണ്ട്, ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈൻ ബാച്ചിലെ കുട്ടികളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും മെസ്സേജുകൾ ഇന്ന് ഇരുന്നിങ്ങനെ നോക്കി അതിന് റിപ്ലൈ ചെയ്യുകയും അവരുടെ വോയിസ് മെസ്സേജ് കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ വളരെ സന്തോഷമുള്ള ദിവസമാണ്. അതോടൊപ്പം എനിക്കറിയാം കുറേ കുട്ടികൾക്ക് സങ്കടമുള്ള ദിവസമായിരിക്കും. കാരണം വിചാരിച്ച ആ മാർക്കിലേക്ക് എത്താൻ സാധിച്ച കുറേയധികം കുട്ടികളുണ്ട്. ആദ്യം തന്നെ വിജയിച്ച എല്ലാ കുട്ടികളോടും ഞാൻ എൻ്റെ ആശംസ അറിയിക്കുവാണ്. അതോടൊപ്പം പരാജയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, മക്കളെ നിരാശപ്പെടരുത്. നിങ്ങളുടെ മുന്നിൽ അടുത്തൊരു കടമ്പ ഇനിയുള്ളത് സേ എക്സാം ആണ്. സേ എക്സാം എന്നൊരു കടമ്പ നിങ്ങളുടെ മുന്നിലുണ്ട്. അതെന്നാണ് എന്നുള്ളത് റിസൾട്ടിൻ്റെ ഒപ്പം തന്നെ അവർ ഡേറ്റ് അറിയിച്ചിട്ടുണ്ട്. സേ എക്സാം ജൂൺ 23 തൊട്ട് ജൂൺ 27 വരെയാണെന്ന് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മക്കളെ, ഒരു മാസം, ഇന്ന് റിസൾട്ട് വന്ന് 22, അതായത് ഒരു മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. ആ ഒരു മാസം കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടത്തില്ല. എടാ, എന്താണ് സേവ് ആൻ ഇയർ? ഒരു വർഷം സേവ് ചെയ്യാനുള്ള എക്സാം ആണ് സേ. അപ്പോൾ നിങ്ങളുടെ ഒരു വർഷം സേവ് ചെയ്യാനായിട്ട് എൻ്റെ എല്ലാ മക്കളോടും പറയാനുള്ളത് സേ എക്സാം എഴുതുക. ഇനി മാത്സ് ആണ് നിങ്ങൾ തോറ്റിരിക്കണമെങ്കിൽ, പരാജയപ്പെട്ടിരിക്കണമെങ്കിൽ, മക്കളെ നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനൊരു മാത്സ് അധ്യാപകനാണ്. എന്നെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാണ്. ഞാൻ മാത്സ് എടുക്കുന്നൊരു അധ്യാപകനാണ്. എനിക്ക് പ്രത്യേകം സേ ബാച്ച് ഉണ്ട്. ഞാൻ സേ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ബാച്ച് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴത്ത് കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഫീസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ +2 മാത്സ് സേ എന്ന് ഒരു മെസ്സേജ് എനിക്ക് ഇട്ടാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നൽകാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. നാളെ നമ്മുടെ അഡ്മിഷൻ ഡേ ആയിരിക്കും. സോ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത്, മക്കളെ, നിങ്ങളുടെ ദിവസങ്ങൾ കളയരുത്. ഇനി എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ ജയിക്കുമോ? ഇഷ്ടംപോലെ യൂട്യൂബ് ക്ലാസ്സുകൾ ഇനി വരും നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ജയിക്കുമോ എന്നതിനുള്ള ഉത്തരം ഞാൻ പറയുന്നതിനേക്കാൾ നല്ല എൻ്റെ മക്കൾ പറയുന്നതായിരിക്കും. എൻ്റെ സേ കുട്ടികളുണ്ടെങ്കിൽ, മക്കളെ, നിങ്ങൾക്ക് തോന്നുന്ന എന്താണോ അത് കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. കാരണം മോശമാണെങ്കിൽ ഒരു കുട്ടി പോലും ഇതിൻ്റെ അത് ജോയിൻ ചെയ്യരുത്. നല്ലതാണെങ്കിൽ അവർ ജോയിൻ ചെയ്യുക. കാരണം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, മക്കളെ, തോറ്റിരിക്കുന്ന കുറേയധികം കുട്ടികളുണ്ട്. അത് മാത്സ്. അവരെ എനിക്ക് ജയിപ്പിച്ച് കൊണ്ടുവരണം. എൻ്റെ ഒരു ആഗ്രഹമാണത്. അതിനുവേണ്ടിയാണ് സെപ്പറേറ്റ് ഞാൻ സേ ബാച്ച് ക്രിയേറ്റ് ചെയ്തത്. സേ ബാച്ചിലുള്ള കുട്ടികൾക്ക് അറിയാം അല്ലേ, സാധാരണ റെഗുലർ ബാച്ചിൽ പഠിപ്പിക്കുന്ന അതേ സംഭവം എടുത്ത് സേ ബാച്ചിലേക്ക് ഇടുവല്ല ഞാൻ ചെയ്യുന്നത്. മക്കളെ, നിങ്ങളൊന്ന് ഓർത്തോണം. സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എനിക്കറിയാം പല തരത്തിലുള്ള കുട്ടികളുണ്ട്. ഹൈ ലെവൽ, ആവറേജ്, പിന്നെ അതിൻ്റെ താഴെയുള്ള ലെവൽ. എല്ലാ കുട്ടികൾക്കും എല്ലാം മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്കറിയാം മാത്സ് മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികൾ, അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെടാത്ത കുട്ടികളായിരിക്കും തോറ്റിരിക്കുന്നത്. അവരെ എടുത്ത് ഞാൻ പഠിപ്പിക്കുന്ന രീതി എൻ്റെ മക്കളോട് ചോദിച്ചാൽ അറിയാം. എടാ മക്കളെ, ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കടാ നിങ്ങളുടെ ആ ഒരു സന്തോഷം. കാരണം ഇഷ്ടംപോലെ ഇപ്പോൾ വോയിസ് മെസ്സേജ് ഉൾപ്പെടെയുള്ള കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാം എൻ്റെ ബാച്ചിലെ മിക്ക കുട്ടികൾ എന്ന് പറഞ്ഞാൽ 1-2 കുട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാ കുട്ടികളും ജയിച്ചിട്ടുണ്ടെന്ന് ഞാനിവിടെ അഭിമാനത്തോടെ പറയുവാണ്. ഒരു മാക്സിമം വീണ്ടും ഒരു 5 ഒരു 10 കുട്ടികൾ, ഞാനിപ്പം മെസ്സേജ് നോക്കിയതിനകത്ത് 1-2 കുട്ടികൾ മാത്രമേ 1 മാർക്ക് 2 മാർക്കിന് വീണ്ടും ഫെയിൽഡ് ആയിട്ടുള്ളൂ. അത് +1 മാർക്ക് കൂടെ കൂട്ടിയിട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അതറിയത്തില്ല. ചിലപ്പോൾ എൻ്റെ പഠിപ്പിക്കൽ കൊണ്ടായിരിക്കും. എന്താണെങ്കിലും എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് കുട്ടികൾ. പക്ഷേ ഒരിക്കലും കുട്ടികൾ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ വരത്തില്ല. അവർ പറഞ്ഞിരിക്കുന്നത് സാർ +1 മാർക്ക് കുറഞ്ഞുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് മക്കളെ ഏറ്റവും ലോ ലെവലുള്ള കുട്ടികളെ ജയിപ്പിക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എൻ്റെ എല്ലാ മക്കൾക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയും, റെഗുലർ ബാച്ചിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അതേ കൺസെപ്റ്റ് അല്ല വരുന്നത്. ഇവരെ പഠിപ്പിക്കാനായിട്ട് ലോ ലെവലിൽ പഠിപ്പിച്ച് തുടങ്ങിയാണ് നമ്മൾ ഓരോ കൺസെപ്റ്റും പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമയം കളയാതെ ജോയിൻ ചെയ്യുക. ഞാൻ പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ ഒരു മാസമേ ഉള്ളൂ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യണം മക്കളെ, ഞാൻ ജയിപ്പിച്ചു തരാം. ഓക്കെ, ഞാൻ ജയിപ്പിച്ചു തരാം. കാരണം ജയിപ്പിക്കണം എന്നുള്ളത് എൻ്റെ വാശിയാണ്, എൻ്റെ ആഗ്രഹമാണ്. മാത്സിന് ഒരു കുട്ടി പോലും തോറ്റിരിക്കരുത്. 2016, 17 ഒക്കെ തോറ്റ കുട്ടികൾ ഈ വർഷം എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു. അവർ ജയിച്ചിട്ടുണ്ടെന്ന് വളരെ സന്തോഷത്തോടെ എനിക്കറിയാൻ സാധിച്ചു. അപ്പോൾ മക്കളെ, നിങ്ങളും ഈ വർഷം തോറ്റ കുട്ടികൾ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ 3, 4, 5 വർഷം തോറ്റിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഇപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലോ ലെവലിൽ ട്രിക്കോട് കൂടി പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ എൻ്റെ ബാച്ചിലുണ്ട്. അതിനുവേണ്ടി ഞാൻ മാക്സിമം എഫേർട്ട് ഇടും. നിങ്ങൾ തയ്യാറാണെങ്കിൽ ജോയിൻ ചെയ്യുക.
ഉടനെ ജോയിൻ ചെയ്യുക. നല്ല കിടിലിനായിട്ട് പഠിച്ചു പോകാം. അപ്പോൾ ജൂൺ 23-ാം തീയതിയാണ് നമ്മുടെ എക്സാം തുടങ്ങുന്നത്. ടൈം ടേബിൾ ഒന്നും വന്നിട്ടില്ല. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ടൈം ടേബിൾ വരും. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. മക്കളെ വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓരോ ക്ലാസ്സിൽ നമുക്ക് കാണാം. അതേപോലെ യൂട്യൂബിൽ ഓരോരോ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം മക്കളെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.